ഹായ് എല്ലാവർക്കും എനർജി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഏത് വീഡിയോ ആണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് ഇൻ മലയാളം സിനിമ എന്ന് പറയാൻ പറ്റുന്ന പുലിമുരുകനിലെ ആ ഒരു കിടക്കാച്ചി ക്ലൈമാക്സ് ഫൈറ്റ് സീൻ. ആ ഒരു ഫൈറ്റ് സീൻ ഇപ്പൊ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ഒരു കിടക്കാച്ചി ഫൈറ്റ് സീൻ കാണാൻ തോന്നി. പിന്നെ നിങ്ങളെയും കൂടി അങ്ങ് ആ ഒരു ഫൈറ്റ് സീൻ കാണിക്കാമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ലാലേട്ടന്റെ ഫൈറ്റ് സീൻ കാണാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സമയം കാലമൊക്കെ ഉണ്ടോ മോനെ? അപ്പൊ റെഡി, നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓ, വള്ളിയൊക്കെ കെട്ടി ലാലേട്ട ഇറങ്ങിയേക്കുക. രാമനെ തേടി അവൻ വരും. അവനെ തീർക്കാൻ പറ്റിയ മിടുക്കന്മാരെ ഞാൻ വേറെ ഇറക്കിയിട്ടുണ്ട് പുറത്തുനിന്ന്. ഓ, ചെന്ന് കയറിക്കൊടുത്തു. ഈ ഒരു ഫൈറ്റ് സീൻ്റെ ഈ ഒരു കളർ ടോൺ കിടുവാണ് കേട്ടോ, അതൊരു ഹൈലൈറ്റ് ആണ്. ഓ, ഓ, ലാലേട്ടന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി സീൻസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓ, ഇപ്പഴാ മറ്റേ സീൻ കീട്ടിലെന്ന് വെച്ച. ഓ, ആ സാധനം മേടിച്ച് വില്ലന്റെ നെഞ്ചത്ത് തന്നെ കുത്തിയിട്ട് തിരിഞ്ഞൊരു നടത്തമുണ്ട്. യാ മോനെ, ഓ, കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. വാവ്, ജസ്റ്റ് വാവ്. ഓ, ഈ സീനൊക്കെ തിയേറ്ററിൽ ഗംഭീരമായിരുന്നു. ഡാഡി ഗിരിജ.
ഓ Wow. Oh. Oh. ആ മോനെ ഓ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പക്കാ രോമാഞ്ചം. ഞാൻ ആ പഴയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക് അങ്ങ് പോയി. വാവ്, ഈ ഒരു സീനിന്റെ ഒക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇതേ കണക്കത്തെ പടങ്ങളൊക്കെ ഇപ്പം ഇതേ കണക്കത്തെ ഫൈറ്റ് സീൻസ് ഒക്കെ മലയാള സിനിമയിൽ ഇപ്പം വളരെ അധികമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ അന്ന് ആ ഒരു ബോഡിയും വെച്ചിട്ട് ചെയ്ത ഒരു സീനാണ്. ഇപ്പം ഇതിനെക്കാട്ടിയൊക്കെ ഒരുപാട് ഫിറ്റ് ആയി ലാലേട്ടൻ. ഇപ്പം ലാലേട്ടന്റെ ഒരു ഇടിപ്പടമൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഈ മലൈക്കോട്ടെ വാലിബനകത്തൊക്കെ ഫൈറ്റ് സീനൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു മാസ് അപ്പീൽ തരുന്ന ഒരു ഫൈറ്റ് സീൻ ആയിരുന്നില്ല അതൊന്നും. ലാലേട്ടന്റെ പക്ക ഇടിപ്പടമൊക്കെ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഇപ്പോഴും മലയാള സിനിമയിൽ നമ്മുടെ ടിനു പാപ്പച്ചൻ, പിന്നെ നമ്മുടെ RDXന്റെ ഡയറക്ടർ, അങ്ങനെ പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ വരണം. അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരും, വരാതെ അവിടെ പോവാൻ. വാവ്, ലാലേട്ടാ മുത്താണ്. അപ്പൊ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വരുന്നു. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.